അപ്പോൾ ആദ്യം അതിൽ മമ്മൂക്കയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻസൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സീനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മമ്മൂക്ക ഒന്ന് യാത്ര എന്ന് പറഞ്ഞ ബാലു മഹേന്ദ്രയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയി. അപ്പോൾ അതിലും ജയിലിൽ കിടക്കുന്നത്, പിന്നെ ത്രൂ ഔട്ട് ജയിലിൽ തന്നെയാണ്, അതിൽ ജയിലിൽ കിടക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ സിനിമയിൽ പോയിട്ട് ഇദ്ദേഹം തല മൊട്ടയടിക്കേണ്ടി വന്നു. അത് അവിടെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നിറക്കൂട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ലുക്ക് മാറി. അദ്ദേഹം മൊട്ടയടിച്ച ലുക്ക് ആയതുകൊണ്ട് ആ മൊട്ടയടിച്ച ലുക്കിൽ തന്നെ ജയിലിലെ സീൻസൊക്കെ നിറക്കൂട്ടിന് വേണ്ടി ജോഷി എടുത്തിട്ട് മറ്റേത് തോന്നുന്നു, പിന്നെ കുറച്ച് വിഗൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ മമ്മി മൊട്ടയടിച്ചത് ഒരു കണക്കിന് ഇവർക്കത് കുറച്ചൊരു പണി കിട്ടിയതുപോലെ തോന്നി. കാരണം ഇവർക്ക് ടെൻഷനായി. കാരണം യാത്രയിൽ മൊട്ടയടിച്ചു, നിറക്കൂട്ടിൽ മൊട്ടയടിച്ചു. അപ്പോൾ രണ്ടിലും ഒരു ലുക്ക്. അപ്പോൾ രണ്ട് സിനിമയും തിയേറ്ററിൽ ഒരേ സമയത്ത് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ വരാം, പല ആളുകൾ കൺഫ്യൂസ്ഡ് ആവാം എന്ന് പറഞ്ഞിട്ട് ഇവരതിൽ നിറക്കൂട്ടിൻ്റെ പ്രൊഡ്യൂസർ ജൂബിലി ഫിലിംസ്, ജൂബിലി ജോയ് ഒരു സൂത്രപ്പണി ചെയ്ത് അദ്ദേഹം പെട്ടെന്ന് ആ പടം തീർത്തിട്ട് യാത്ര ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിറക്കൂട്ട് കൊണ്ട് തിയേറ്ററിൽ ഇറക്കി. അത് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഐഡിയ തന്നെയായിരുന്നു. അദ്ദേഹം വളരെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കിയത്. നിറക്കൂട്ടെന്ന് വൻ വിജയമായിരുന്നു. യാത്രയും തരക്കേടില്ലാതെ ഓടിയ സിനിമയെന്ന്, പക്ഷേ യാത്രയെക്കാട്ടും എന്തുകൊണ്ടും ആളുകൾ ഇന്ന് ഓർക്കുന്നൊരു സിനിമയും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളതൊക്കെ നിറക്കൂട്ട് തന്നെയായിരിക്കും.